ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. വീണ്ടും എന്ന് ഞാൻ പറഞ്ഞത് ആദ്യത്തേതിൽ 15-ാം തീയതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ജാമ്യമല്ല, അറസ്റ്റ് തടഞ്ഞു. ഇന്നലത്തേതിൽ ആശ്വാസം, ജാമ്യം കിട്ടി എന്നുള്ളതാണ്. ഇപ്പൊ അത് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഈ ഒരു ജനപ്രതിനിധി സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് ജാമ്യം കിട്ടുന്നത്. അതുകൊണ്ട് ഈ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ചീഫ് ജസ്റ്റിസ് വിനു വി ജോൺ അല്ലേ? വിനു വി ജോണും ഉണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ട്. അപ്പോ സർക്കാരിനെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. എന്തായാലും വിജയശ്രീ ലാളിതനായി ഇന്ന് ഒരു പക്ഷേ പാലക്കാട് രാഹുൽ എത്തും. ഇതിൽ തളർന്നു പോകുന്നത് ആരൊക്കെയായിരിക്കും? തളർന്നു പോകുന്നത് പറഞ്ഞ പേരുകളെല്ലാം ഉണ്ട്. നമ്മുടെ ചാനൽ മാനേജർമാരെ, അതിൻ്റെ അവതാരക വേഷങ്ങളുണ്ടല്ലോ, അതിന് വന്നിരുന്ന അന്തിച്ചർച്ചയ്ക്ക് വന്നിരുന്ന് അദ്ദേഹത്തോടൊപ്പം കൂടിരുന്ന സംഘഗാനം ആലപിക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാം ഉണ്ട്. കാര്യമറിയാതെ കൊണ്ട് വിചാരണ നടത്തുക, വിധി പറയുക, എന്നിട്ട് ഇവരുടെ വഴിക്ക് വിധി പോയില്ലെങ്കിൽ ആ ജഡ്ജിയെ കുറ്റം പറയുക. ഇപ്പം ജഡ്ജിയെ അപമാനിച്ചതിനുള്ള കേസ് ഇപ്പോൾ പോവുക, കോടതിയിലേക്ക് പോവുക. പരാതി പോയിട്ടുണ്ട്. ജഡ്ജിയെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ഉന്നത കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ജഡ്ജിയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സാധാരണഗതി വിവരം വേണ്ടേ എൻ്റെ ധന്യേ? ഏതൊരു കോടതി, നിങ്ങളിങ്ങേയറ്റം സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയാൽ ജഡ്ജിയുടെ ചേംബറിൽ നിന്ന്, ചീഫ് ജസ്റ്റിസിൻ്റെ ചേംബറിൽ നിന്ന് ആഗതനാകുന്ന, ഒരു ബെല്ലടിയോടുകൂടി ആഗതനാകുന്ന ചീഫ് ജസ്റ്റിസ് ആയാലും നമ്മുടെ താഴെ കോടതിയിലുള്ള ജഡ്ജി ആയാലും എല്ലാവരും ഒരേ മാതൃക പിന്തുടരുന്നു. അവർ കോടതി ഹാളിലേക്ക് വരുമ്പോൾ നേരെ ഈ പൊതുജനങ്ങളെ നോക്കി, അവിടെ ഇരിക്കുന്ന ആൾക്കാരെയും വക്കീലന്മാരെയും എല്ലാവരെയും നോക്കി ഇങ്ങനെ തൊഴുതുകൊണ്ടാണ് പ്രവേശിക്കാറ്. അതൊരു ഭാരതീയ പാരമ്പര്യമാണ്, കീഴ്വഴക്കമാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ ജഡ്ജിമാരും മത ജാതി ഭേദമന്യേ ചെയ്യാറുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുക, ദിലീപ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഹണി എം വർഗീസ് ദിലീപിനെ തൊഴുതുന്നു. ദിലീപിനെ അല്ല, അദ്ദേഹത്തിനെ കൊലമരത്തിൽ കയറ്റാൻ വേണ്ടി യത്നിച്ചുകൊണ്ടിരുന്ന അഭിഭാഷകന്മാരെയും അവരെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ഇവനെ കൊലമരത്തിൽ കയറും എന്ന് കണ്ട് ലഡു പൊട്ടിക്കാൻ തയ്യാറായി നിന്ന ആൾക്കാരെ എല്ലാം കൂടെ തൊഴുന്നത്. പാവം ആ സ്ത്രീയെ, അവരൊരു സ്ത്രീയല്ലേ, ഒരല്പം കാരുണ്യം കാണിക്കണ്ടേ അവരോട്? അവർ സിനിമയിലെങ്ങുമുള്ള ആളായിരിക്കില്ലായിരിക്കും, അങ്ങനെ തിളങ്ങുന്ന താരം, കണ്ണിലെ താരമൊന്നും ആയിരിക്കില്ല, നക്ഷത്രമല്ലായിരിക്കാം. പക്ഷേ അവരും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? അവർക്ക് വരും കുട്ടികളുണ്ടാവില്ലേ, ഭർത്താവ് ഉണ്ടാവില്ലേ? ഇങ്ങനെ വേട്ടയാടുന്ന ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അവരവരുടെ ജോലി പ്രൊഫഷണലായിട്ട് നിർവഹിച്ചു എന്നുള്ളത് മാത്രമോ? തെളിവുള്ള കാര്യത്തിന് ശിക്ഷിച്ചു. ഈ ക്രൂരകൃത്യം ചെയ്തവന്മാരെ മുഴുവൻ ഗുണ്ടകളും കൊട്ടേഷൻകാരുമാണ്. നിർഭയമായിട്ട് ശിക്ഷിച്ചില്ലേ? തെളിവില്ലാത്തതിന് ശിക്ഷിക്കാൻ ഇവർക്ക് അധികാരമുണ്ടോ? ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ അവരുടെ വീട്ടിലെ? നിങ്ങളെപ്പോലെ നിങ്ങളുണ്ടല്ലോ, ഇല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടാക്കി പോക്സോ കേസിലും ഒക്കെ പെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തെളിവ് വ്യാജമായി നിർമ്മിക്കാനുള്ള ഫാക്ടറി ഒന്നും അവരുടെ വീട്ടിലിരുന്നേ. അല്ല, അതിജീവിതം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് കേസുമായി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ ഒരു സുഹൃത്ത്, മാധ്യമ സുഹൃത്ത് ഇതിലേക്ക് എന്നെ വലിച്ചിട്ടതാണ്. പിന്നെ എന്റെ ശബ്ദങ്ങൾ എന്റെ അനുവാദമില്ലാതെ ചാനലിന് നൽകിയതാണ്. എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു എന്ന് ഇപ്പൊ അതിജീവിത പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ട കേസിലെ. അല്ല, എനിക്ക് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയാണല്ലോ പറഞ്ഞു ഇത് രതി വൈകൃതമാണെന്ന് ഡയഗ്നോസ് ചെയ്തു. ഈ രതി വൈകൃതം എവിടെയാ കോടതി പറഞ്ഞിരിക്കുന്നത്? എവിടെയാ കോടതി പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹവും ചീഫ് ജസ്റ്റിസ് ആയോ? വിനു വി ജോണിനെ പോലെ ചീഫ് ജസ്റ്റിസ് ആയോ വിധി അങ്ങ് പറയാൻ വേണ്ടി? രതി വൈകൃതം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്ന് മാത്രമല്ല തന്നെയാ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല എന്നാണ് ഇപ്പോൾ കോടതി ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് പറയുന്നത്. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? വൈരുദ്ധ്യങ്ങളാണ്, കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയോ ഒരിടത്ത് കള്ളം പറഞ്ഞു. ഒന്നുകിൽ കോടതിക്ക് കൊടുത്ത മൊഴിയിൽ കള്ളമുണ്ട്, അല്ലെങ്കിൽ FIR-ൽ പറഞ്ഞ കാര്യങ്ങളിൽ കള്ളമുണ്ട്. ഇതിൽ രണ്ട് സത്യങ്ങളും ലോകത്തുണ്ടാവില്ലല്ലോ. ഉണ്ടാവും, രണ്ട് സത്യങ്ങളുണ്ടാവില്ലല്ലോ. ഇത് രണ്ടിലും വളരെ പരസ്പര വിരുദ്ധമായ രീതിയിലാണ് ബംഗളൂരുവിൽ നിന്നുള്ള സ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനകത്ത് ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ബലാത്സംഗ പ്രക്രിയക്കിലേക്ക് തനിക്ക് ശ്വാസം മുട്ടി എന്നും ഒക്കെയാണ് പറയുന്നത്. പാനിക് അറ്റാക്ക് വന്നു.
എൻ്റെ തന്നെ നമ്മുടെ സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് വെറും വീരപ്പനൊന്നും അല്ലല്ലോ, നമുക്ക് കണ്ടാ അറിയാമല്ലോ. ഗോവിന്ദച്ചാമി അല്ല, ഗോവിന്ദച്ചാമിയെ പോലെ ആരോഗ്യമുള്ള ഒരുത്തരാണ്. അല്ല വളരെ അത്രയും ലൈംഗിക വൈകൃതമുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല അയാള്. തോന്നുന്നുണ്ട്, കണ്ടാലും തോന്നുന്നില്ല. കയ്യിലിരിപ്പ് കുറച്ച് മോശമാണ്, ശരി, അതങ്ങനെ പലരും പറയുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ല. എങ്കിലും പക്ഷെ ഒരു സ്ത്രീ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്ന് പെടയുമ്പോൾ ആ സമയത്ത് നമുക്കത് വിചാരണ ചെയ്യണ്ട. നമ്മൾ പറയുന്നില്ല ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരാളെ തകർക്കാനായി എന്തെല്ലാം അടവുകൾ പയറ്റുന്നു എന്നുള്ളതാണ് സാർ. അതെ, ഈ ശ്വാസം മുട്ടൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ കഥകൾ എഴുതും, പൈങ്കളി കഥകളിലെ അതിലെ രോമാഞ്ചജനകമാക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന കഥകളിലും എല്ലാം ഈ ശ്വാസം 2 തവണ പാനിക് അറ്റാക്ക് വന്ന ഒരാളാണ് ഞാൻ. 2 തവണ. അയ്യോ, എനിക്ക് നമുക്ക് മനസ്സിലാകും ഒരു പാനിക് അറ്റാക്ക് വരുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന, ആർക്ക് പുരുഷനായാലും സ്ത്രീക്കായാലും പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ആ സമയത്ത് നമ്മള് തൊട്ടടുത്ത സെക്കൻഡ് ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് ഒരാൾ നമ്മളെ, കാരണം കണ്ടു നിൽക്കുന്ന ആൾക്ക് പോലും ഇവർ ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ളൊരു കാരണം അത്രമാത്രം നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ നടന്നു, ബാക്കി എന്തും നമുക്ക് ശരി, ആ പെൺകുട്ടി അധിക അല്ലെങ്കിൽ ചിലപ്പോ ആ തരത്തിലേക്ക് പോയിരിക്കാം. രാഹുൽ മാങ്കൂട്ടം ആ കുട്ടിയെ അത്തരത്തിൽ ചെയ്തിരിക്കാം. നമ്മൾ അതിജീവിതത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഒരാളെ കുരുക്കാനായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടണം, അല്ലേ? ഞാനൊരു കാര്യം മാത്രം പറയാം. എനിക്കിതിനെപ്പറ്റി, ഞാനൊരു പെണ്ണല്ല, അതുകൊണ്ട് പെണ്ണനുഭവങ്ങൾ എന്താണ് ഈ പ്രക്രിയക്കിടയിൽ എന്നുള്ളത് എനിക്കറിയില്ല. ഫസ്റ്റ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഫെയർവെൽ ടു ആംസ് എന്നൊരു കൃതിയുണ്ട്, ലോകമെങ്ങും ആദരിക്കപ്പെടുന്ന കൃതിയാണ്. അതിലൊരു വേഴ്സ്, ഒരു പട്ടാളക്കാരൻ സ്പെയിനിൽ പോയൊരു പട്ടാളക്കാരൻ, സ്പാനിഷ് ആർമഡോയുടെ ഒക്കെ പശ്ചാത്തലത്തിലെ കൃതിയാണ്, ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഉണ്ട്. അപ്പോൾ ആ സ്ത്രീക്ക് തോന്നുന്ന കാര്യമായിട്ട് അതിൽ പറയുന്നത് ഈ ഭൂമി മുഴുവൻ കറങ്ങുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒക്കെ തല ചുറ്റുന്നതായിട്ട് തോന്നുന്നു, ഭൂമി കറങ്ങുന്നൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ മൂർച്ചയുടെ ശ്വാസം പോവില്ല സാർ. നമ്മൾ ഈ 2 കൈയും ഇത് പാനിക് അറ്റാക്ക് അല്ല, ഇത് രതിമൂർച്ചയുടെ ആ ഓർഗാസത്തിന്റെ അനുഭവം വരുമ്പോൾ ഉണ്ടാവുന്നതായിട്ട് അത് സ്ത്രീയെ പറയുന്ന ഏണസ്റ്റ് ഹെമിംഗിനെ പോലെ ലോകത്ത് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെ പറയുകയാണ് ഇങ്ങനെ തല കറങ്ങുന്നത് പോലെ തോന്നുന്നു, ഇങ്ങനെയൊക്കെ ശ്വാസം മുട്ടൽ തോന്നുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയുടെ ഒരു പാരമ്യത്തിലെത്തുമ്പോൾ അതിൻ്റെ ഓർഗാസ്മിക് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകുമ്പോൾ സാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കോടതി വളരെ നിരീക്ഷണ ബുദ്ധിയോടുകൂടി ശാസ്ത്രീയമായി പറഞ്ഞത് ഇത് ബലാത്സംഗമാണെന്ന് തോന്നുന്നില്ല. ബലാത്സംഗത്തിനാണെങ്കിൽ പറയാം, ഞാൻ ധന്യോടൊരു കാര്യം പറയാം. ഏത് പുരുഷൻ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് പുരുഷനെ നിരായുധനാക്കി മടക്കി അയക്കാൻ നമ്മുടെ 2 വിരലുകൾ മതി. വേറെ കൂടുതൽ കാര്യങ്ങൾ, എത്ര ആചാനുബാഹുവായിട്ടുള്ള വീരപ്പം വന്നാലും ശരി, നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ 2 വിരലുകളുണ്ടെങ്കിൽ തൻ്റെ ഇടവും വേണം, മനസാന്നിധ്യവും ഉണ്ടെങ്കിൽ ഏത് പുരുഷനെയും മടക്കി നമുക്ക് ഒടിച്ചു മടക്കി തിരിച്ചയക്കാൻ പറ്റും. മനസാന്നിധ്യം വേണം. ഈ പാനിക് അറ്റാക്ക് വന്ന ഒന്നും നടക്കുകയല്ലേ, അത് വേറൊരു കാര്യം. അതുകൊണ്ട് ഇപ്പം സംഭവിക്കാൻ പോകുന്ന ഇതാണ്, നെഞ്ചു വിരിച്ച് തല പൊക്കി പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, നേരെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്താൻ നോക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനോ അദ്ദേഹം ചെയ്തതെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന ആളോ അല്ല ഞാൻ. പക്ഷെ നോക്കിക്കോളൂ, മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കും, ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ വിചാരിച്ച് ആഘോഷിച്ചിരുന്നവരുണ്ട്. ഇദ്ദേഹം ജീവനോടെയുണ്ട്. ഒളിവ് ജീവിതമല്ല, തെളിവ് ജീവിതത്തിൽ തന്നെ. നോക്കൂ, ഇന്ന് വോട്ട് ചെയ്യാൻ പാലക്കാട് നഗരസഭയുടെ 24-ാം വാർഡ് കുന്നത്തുമേട് നോർത്തിലെ ഒരു സ്കൂളാണ്. നോർത്തിലെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ സീനിയർ ബേസിക് സ്കൂളിലെ 2-ാം ബൂത്തിൽ 847 നമ്പറായിട്ട് ഇന്ന് ഈ നിങ്ങൾ വേട്ടയാടിയ വേട്ടമൃഗമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്തിരിക്കും. ഇന്ന് 7 മണിക്ക് മുമ്പ് BR രാഹുൽ എന്ന പേരിലാണ് 847-ാമത്തെ 847-ാമത്തെ പട്ടികയിൽ 847-ാമതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത്. തീർച്ചയായിട്ടും കുന്നത്തുമേട്ടിലെ ഫ്ലാറ്റിന് ഇപ്പോഴും പോലീസുകാരുണ്ട്, ക്രൈം ബ്രാഞ്ചും ഉണ്ട്, പോലീസും ഉണ്ട്, എല്ലാം ചമ്മിപ്പോയി. ഇപ്പൊ വേണ്ടത് മുഖ്യമന്ത്രിയുടെ പോലീസിനെ, ഈ നടന്ന ഇത്രയും പോലീസുകാരുടെ സംഘ പരിവാരം ഇങ്ങനെ സഞ്ചരിച്ചിട്ടും ഇവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പരാജയം സമ്മതിച്ച് രാജിവെക്കണം. പിന്നെ 2 തവണ രാജിവെക്കണം. കാരണം രതി വൈകൃതം എന്ന് പറഞ്ഞത്
കോടതി പറഞ്ഞിട്ടില്ലാത്ത അതിലും രാജിവെക്കണം, ഇതിലും രാജിവെക്കണം. കോടതി അലക്ഷ്യത്തിനും അതുപോലെ ഈ വിധി കോടതിക്ക് മുമ്പേ കയറി വിധി പറഞ്ഞതിനും അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതാ കടന്നു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിച്ചതും അദ്ദേഹത്തെ ആത്മഹത്യയിലേക്കും നയിക്കാൻ ശ്രമിച്ചതും ദിലീപിനെ തെളിവുകളുണ്ടോ ഇല്ലയോ എന്നറിയാതെ ദിലീപിനെ തൂക്കുമരത്തിലേറ്റാൻ ശ്രമിച്ചതുപോലെ ഒരു തെറ്റാണ്. നിങ്ങളുടെ വിധിയല്ല വേണ്ടത്, നിങ്ങളുടെ വിചാരണയുമല്ല, കോടതിയുടെ വിധിയും വിചാരണയുമാണ് നടപ്പാക്കപ്പെടുക എന്നൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചാനൽ ചർച്ചക്കാരും ചമ്മിയിരിക്കുന്നു, മുഖ്യമന്ത്രിയും ചമ്മിയിരിക്കുന്നു. ഇദ്ദേഹത്തെ അതിവിക്രമത്തോടുകൂടി കോൺഗ്രസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അംഗത്വത്തിൽ നിന്നും പറഞ്ഞയച്ച വി ഡി സതീശൻ്റെ മുഖത്തെ ചോരയാകി പോയി. അതെ അതെ അതെ.